ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ബൈബിളിലെ താക്കോൽ വാക്യം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും കൊട്ടാരത്തിൽ പാർക്കുന്നവനും കുടിലിൽ വസിക്കുന്നവനും കെട്ടിടമില്ലാത്തവനും യാചകനും ആരും നശിച്ചു പോകാതെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് നിത്യനാശത്തിലേക്ക് പോകാതെ എല്ലാവർക്കും രക്ഷപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഒരു വഴിയൊരുക്കി. എന്താണത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ഭൂമിയിൽ അപ്പൻ്റെയും അമ്മയുടെയും മകനായി മകളായി ജനിച്ച് ജീവിച്ച് മരിച്ച് നാം നിത്യനാശത്തിലേക്ക് പോകേണ്ടവരല്ല. നാം അത്ര നിസ്സാരരല്ല. നാം ദൈവത്തിൻ്റെ വിലപ്പെട്ടവരാണ്. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? നാം മറ്റൊന്നും ചെയ്യേണ്ട. നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹവാനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ നാം വിശ്വസിക്കുക. ആ വിശ്വാസത്താൽ നാം നിത്യജീവൻ പ്രാപിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. അത് വീണ്ടും ജനനമാണ്. അത് ദൈവം തരുന്നതാണ്. ദൈവീക സുന്ദരിയായി ജനിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മകനും മകളുമായി നാം തീരുകയാണ്. അത്ഭുതകരമായ പ്രതിഭാസം ഈ ഭൂമിയിൽ പ്രാപിക്കുവാൻ എല്ലാ മനുഷ്യർക്കും ദൈവം അവകാശം തന്നിരിക്കുന്നു. ഒറ്റ കാര്യം, ആ പുത്രനിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. സ്തോത്രം. മറ്റൊന്നും നാം ചെയ്യേണ്ട. നിനക്ക് പണമുണ്ടോ പണമില്ലേ, നിനക്ക് സൗന്ദര്യമുണ്ടോ സൗന്ദര്യമില്ലേ, നിനക്ക് വിദ്യാഭ്യാസമുണ്ടോ ഇല്ലയോ, ഇതൊന്നും ദൈവം നോക്കുന്നില്ല. വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട്. മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, മനുഷ്യന് നിത്യജീവൻ കൊടുക്കുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഒരിക്കലും മരിക്കാത്ത ജീവൻ, നിത്യജീവൻ, ദൈവത്തോട് വസിക്കുന്നതിനുള്ളതായ ജീവൻ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതി: ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവമക്കളാകുന്നത് എങ്ങനെയാണ്? അതിന് നാം എന്തെങ്കിലും ചെയ്യണമോ? യാതൊന്നും വേണ്ട. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ ക്രിസ്തുയേശു? അവൻ നസ്രായനായ യേശു എന്ന പേരിൽ അറിയപ്പെട്ടു. അവൻ്റെ വളർത്തുപിതാവ് യോസേപ്പ് ആയിരുന്നു. അമ്മ മറിയയായിരുന്നു. അത് യഹൂദന്മാർക്ക് അതുമാത്രമേ അറിയാവൂ, മറ്റൊന്നും അറിഞ്ഞുകൂടാ. അവരങ്ങനെയേ കണ്ടുള്ളൂ. യോസേപ്പിൻ്റെ മകനായ മറിയയുടെ മകനായ യേശു, നസ്രയത്തുകാരനായ യേശു, അവനെ ക്രിസ്തുവായി കണ്ടില്ല. വെറും യേശുവായി കണ്ടു, വെറും സാധാരണക്കാരനായി കണ്ടു. വെറും ആശാരിയുടെ മകനായ യേശു, തരം നിലയിലേ ഇവർ കണ്ടുള്ളൂ. എന്നാൽ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നാം ദൈവമക്കളാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം തൻ്റെ പുത്രനെ അയക്കുമ്പോൾ ആ പുത്രന് അവൻ യേശു എന്ന് പേരിട്ടു, ശരിയാണ്. എന്നാൽ അവൻ ക്രിസ്തുവാണ്. അവൻ മശിഹായാണ്. അവൻ വീണ്ടെടുപ്പുകാരനാണ്. അവൻ നിത്യജീവൻ്റെ അതോറിറ്റിയാണ്. നിത്യജീവൻ പകരുവാൻ അധികാരമുള്ളവനാണ്. അവനെ ക്രിസ്തുയേശു എന്ന് വിശ്വസിക്കുന്നവൻ ആരുണ്ടോ അവൻ ദൈവത്തിൻ്റെ ബദലായി തീർന്നു. അവർ ദൈവമക്കളായി തീർന്നു. വളരെ വ്യക്തമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതാക്കപ്പെടുന്നു. അവൻ സമൂലം മാറ്റപ്പെടുകയാണ്. ഒരു വ്യക്തി മാറ്റപ്പെടുകയാണ്. അവൻ്റെ ശാപങ്ങളും പാപങ്ങളും മാറുകയാണ്. അവൻ്റെ അഡ്രസ്സ് മാറുകയാണ്. അവൻ എന്തെന്നില്ലാത്ത ഭാഗ്യം കൈവരികയാണ്. അവൻ്റെ പേര് സ്വർഗത്തിലെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുകയാണ്. ആ ജീവൻ്റെ പുസ്തകം അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വകയാണ്. സ്തോത്രം.
ലോകാരംഭം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അവരെല്ലാം നശിക്കും. വളരെ വ്യക്തമാണ്. അതിനെന്താണ് നാം ചെയ്യേണ്ടത്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. തൻ്റെ അടുക്കൽ ഓടിക്കൂടിയതായ പുരുഷാരത്തോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവനെ വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ഏതാണ് ഈ വിശപ്പ്? ഏതാണ് ഈ ദാഹം? പാപം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ദാഹം, പാപം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിശപ്പ്. ഈ ലോകത്തോടുള്ളതായ പറ്റുമാനം, മൺമയനായ മനുഷ്യൻ, ഒരു കഴിവുമില്ലാത്ത മനുഷ്യൻ, നിസ്സാരനായ മനുഷ്യൻ, ആരാമിക സന്തതികളായ മനുഷ്യൻ, പാപത്തിൽ ജനിച്ച മനുഷ്യൻ, പാപം ചെയ്യാൻ മാത്രം അറിയാവുന്ന മനുഷ്യൻ, അങ്ങനെയുള്ള മനുഷ്യന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. സ്തോത്രം. ഇത് ആത്മാവിൽ ഗ്രഹിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് എടുത്തു പറയട്ടെ. കർത്താവ് പറഞ്ഞ വചനമെല്ലാം ആത്മാവിൻ്റെ വചനമാണ്. അത് ജഡത്തിൻ്റെതായി ശരീരത്തിൻ്റെതായും കാണുമ്പോഴാണ് നമുക്ക് പലതും മനസ്സിലാകാതെ വരുന്നത്. എല്ലാം ആത്മാവിൻ്റേതാണ്. ജീവൻ്റെ അപ്പമാകുന്നു. സ്തോത്രം. എന്നെ തിന്നുക, എന്നെ നിങ്ങൾ അകത്താക്കുക, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വരിക. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവനെ വിശക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വിശ്വാസത്തോടെ ഒരുത്തൻ വന്നാൽ, അവൻ ക്രിസ്തുവിനോട് ചേർന്നാൽ, അവന് പാപത്തിൻ്റെ വിശപ്പ് ഉണ്ടാകുകയില്ല, അവന് വിശക്കുകയില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, അവനെ വിശ്വസിച്ചുകൊണ്ട്, അവനോട് ചേർന്ന് യാത്ര ചെയ്യുന്നവൻ ഒരു നാളും ഈ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി ദാഹിക്കുകയില്ല. സ്തോത്രം. അതുതന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയാക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്. ശമരിയാക്കാരി സ്ത്രീ, ശമരിയാക്കാര് സെമി യഹൂദനാണ്, പകുതി യഹൂദനാണ്, പകുതി പുറജാതികളാണ്. അവർക്ക് യഹൂദൻ്റെ ആചാര മര്യാദകളെല്ലാം അറിയാം, ന്യായപ്രമാണം അറിയാം. എന്നാൽ യഹൂദൻ ശമര്യരെ തങ്ങളോട് കൂട്ടുകയില്ല. എന്നാൽ അവർക്ക് ന്യായപ്രമാണവും ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം അറിയാം. ആ സ്ത്രീ, ശമരിയ സ്ത്രീ, അവളുടെ ജീവിതത്തിൽ 5 പുരുഷന്മാരെ മാറി മാറി ഭർത്താക്കന്മാരായി ഉപയോഗിച്ച് വസ്ത്രം മാറുന്നത് പോലെ വരെ മാറി 6-മതൊരുവനോടെ ഇപ്പോൾ ജീവിക്കുകയാണ്. അവനെ ഭർത്താവായി വിവാഹം കഴിച്ചിട്ട് പോലുമില്ല. അവളുടെ ദാഹം തീരുകയില്ല. കർത്താവായ യേശു പറഞ്ഞു, നീ കുടിക്കുന്ന വെള്ളം, ഈ ലോകത്തിൻ്റെ വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹം തീരുകയില്ല, ഒരു നാളും ദാഹം തീരുകയില്ല. ഈ ലോകത്തിൻ്റെ വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കും, എത്ര കുടിച്ചാലും ദാഹിക്കും, എത്ര പാപം ചെയ്താലും മതിയാകുകയില്ല, പിന്നെയും പാപം ചെയ്യാൻ തോന്നും. പ്രിയപ്പെട്ടവരെ, അതാണ് നിത്യജീവൻ പ്രാപിച്ച ഒരു ദൈവവീതലും ഒരു ലോകമനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അതിനെന്താണ് ചെയ്യേണ്ടത്? വേറൊന്നും വേണ്ട. ഹൃദയം തുറന്ന് യേശുവിനെ കർത്താവായ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് താൻ തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. വേറെ ഒരു വ്യവസ്ഥയും വേണ്ട. ഈ നിത്യനായ ദൈവം, പരിശുദ്ധനായ ദൈവം, നിത്യജീവൻ്റെ ഉടയവനായ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കും? ഇതെന്നെ കൊണ്ട് സാധിക്കുമോ? ഞാനൊരു പാവപ്പെട്ട മനുഷ്യനല്ലേ, ഞാനൊരു പാപിയായ മനുഷ്യനല്ലേ? മനുഷ്യൻ ചിന്തിക്കും. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എത്ര ലളിതമാണ്, എത്ര കൃത്യമാണ്. കർത്താവ് എത്ര കൃത്യമായി മനുഷ്യ ഹൃദയങ്ങളോട് ഇടപെടുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ആർക്ക് മനസ്സുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു ചെല്ലുവാൻ, അവനോട് വസിക്കുവാൻ, തന്നെ താഴ്ത്തുവാൻ? ആർക്കെല്ലാം മനസ്സുണ്ടോ അവർക്ക് അവരോട് കർത്താവായ യേശു ക്രിസ്തു വസിക്കും. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം പറയും, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണിത്? ക്രിസ്തീയ സമൂഹമെല്ലാം യേശു യേശു എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം ശരിയാണ്. എന്നാൽ ആരാണ് വീണ്ടും ജനിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നതിനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു.
ദൈവത്തിൽ നിന്ന് ജനിക്കണമെങ്കിൽ, വീണ്ടും ജനനം പ്രാപിക്കണമെങ്കിൽ, രക്ഷയുടെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ, സ്വർഗീയ പൗരനായി തീരണമെങ്കിൽ, ഈ ഭൂമിയിലെ മരണശേഷം സ്വർഗീയ പൗരനായി എടുക്കപ്പെടണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം. എന്താണത്? അതാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. പ്രിയപ്പെട്ടവർ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലൂടെ 33 വർഷം ഓടി നടന്നു. നിങ്ങൾക്കറിയാം, അവൻ സാധാരണ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു. മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച് 33.5 വയസ്സ് വരെയും ജീവിച്ച കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ചെയ്തതെല്ലാം മാനുഷികമായി ചെയ്തതാണ്. ദൈവത്വം ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം എന്തെല്ലാം അത്ഭുതങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ചെയ്തു. എല്ലാം ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയും. അതാണ് കർത്താവ് ചെയ്തത്. വേറൊന്നും കർത്താവ് ചെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവൻ ക്രിസ്തു ആകുന്നത് എപ്പോഴാണ്? എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്? നിങ്ങൾക്കറിയാം, എല്ലാ മനുഷ്യരും ജീവിക്കുവാനായി ജനിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരിക്കുവാനായി ജനിച്ചു. എന്തിനാണ് അവൻ മരിക്കുന്നത്? മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായ കാഴ്ചപ്പാടോട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു. പ്രിയപ്പെട്ടവർ, ആ യേശു 33 വർഷം ഇവിടെ ജീവിച്ചപ്പോൾ തീരാ രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ചു. വെള്ളത്തിന് മുകളിലൂടെ നടന്നു. ഇതാ അന്തരീക്ഷത്തെ ശാന്തമാക്കി. കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തു. ഇതെല്ലാം മനുഷ്യർക്കും ചെയ്യാമെന്ന കർത്താവായ യേശു ജീവിതം കൊണ്ട് തെളിയിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളുമായി കർത്താവിനെ അനുഗമിക്കുന്നവരാണോ? കർത്താവിനെ ആശ്രയിക്കുന്നവരാണോ? എന്നാൽ ആ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ. ആരാണ് ക്രിസ്തു? അത് ഏദൻ തോട്ടത്തിൽ മ്ലാനവതനായി, പാപം ചെയ്തവനായി, ബന്ധിക്കപ്പെട്ടവനായി, സാത്താൻ ഇടം കൊടുത്തവനായി നിൽക്കുന്ന ആദാമിനെ കണ്ടുകൊണ്ട് നിത്യനായ ദൈവം അവനോട് പറഞ്ഞു, സ്നേഹവാനായ ദൈവം അവനോട് പറഞ്ഞു, നിന്നെ ഇനി ഏദൻ തോട്ടത്തിലേക്ക് നിർത്താൻ നിർവാഹമില്ല. ഇപ്പോൾ നീ സാത്താൻ്റെ അടിമയെ തീർത്തിരിക്കുകയാണ്. നിൻ്റെ ഹൃദയത്തിലേക്ക് സാത്താൻ കടന്നിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നീ ഏദൻ തോട്ടത്തിൽ നിന്നാൽ നിനക്ക് കൈ നീട്ടി ജീവൻ്റെ പഴം വേണമെങ്കിൽ പറിച്ചു തിന്നാം. അങ്ങനെ പാപബോധമില്ലാത്ത, മാനസാന്തരമില്ലാത്ത നീ എന്നേക്കും ജീവിക്കാൻ ഇടവന്ന് നിത്യനാശത്തിലേക്ക് പോകാൻ ഇടവരാതിരിക്കാൻ ഞാൻ നിൻ്റെ ഏദൻ തോട്ടത്തിന് വെളിയിലാക്കുന്നു. അത് അവനെ ഏദൻ തോട്ടത്തിന് വെളിയിലാക്കി. അവന് ദൈവത്തിന് സ്നേഹത്തിൻ്റെ വചനം കൊടുത്തു. ഞാൻ നിനക്കൊരു വാഗ്ദത്തം തരാം. നിൻ്റെ പാപങ്ങളെ നീ ഏറ്റുപറയാത്തത് കൊണ്ട്, നിൻ്റെ പാപങ്ങൾക്ക് നീ മറ്റുള്ളവരിൽ കുറ്റം ആരോപിച്ചത് കൊണ്ട്, നീ ന്യായീകരണങ്ങൾ കണ്ടതുകൊണ്ട് നിന്നെ വീണ്ടെടുക്കുവാൻ സൃഷ്ടാവായി എനിക്കും ഇനി സാധ്യമല്ല. ഒറ്റ പോമഴിയേ ഉള്ളൂ. എന്താണത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വരെ ഞാൻ വാക്യം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ ചതയ്ക്കും, അന്ന് നിനക്ക് ഏദൻ തോട്ടത്തിൽ തിരികെ പ്രവേശനം കിട്ടും. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ പിറക്കും. സ്ത്രീയുടെ സന്തതിയായി ഒരു മനുഷ്യൻ പിറക്കും. നാം എല്ലാം പുരുഷൻ്റെ സന്തതികളാണ്. നാം അറിയപ്പെടുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഇനിഷ്യൽ എങ്ങനെയാണ്? അപ്പൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ. എന്നാൽ പുരുഷനെ കൂടാതെ സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കും. വിശാലമായ അർത്ഥമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കുമ്പോൾ, നിന്നെ വഞ്ചിച്ച സർപ്പത്തിൻ്റെ തലയെ ആ സ്ത്രീയുടെ സന്തതി ചതയ്ക്കുമ്പോൾ നിനക്ക് ഏദൻ തോട്ടത്തിൽ തിരികെ പ്രവേശനം കിട്ടും. അവനാണ് മശീഹ, അവനാണ് സാക്ഷാൽ ക്രിസ്തു, അവനാണ് രക്ഷകൻ, അവനാണ് വീണ്ടെടുപ്പുകാരൻ. പ്രിയപ്പെട്ടവർ, ഈ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നതിനെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. വലിയ മർമ്മമാണ് ഇത്. അനേകർക്ക് പിടികിട്ടുന്നില്ല. അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകർ ഇങ്ങനെ നടപ്പുണ്ട്. നിരാശയിൽ കൂപ്പുകുത്തി പ്രത്യാശയില്ലാത്തവരായി, ജയജീവിതമില്ലാത്തവരായി, പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ലക്ഷോപലക്ഷങ്ങൾ ഇന്നുമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ദരിദ്രരെ പോലെ തെരുവുതോറും ഇങ്ങനെ അലഞ്ഞ് നടക്കുന്ന ക്രിസ്ത്യാനി. വേദന തോന്നാറുണ്ട്. നാം അങ്ങനെ നടക്കേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കർത്താവായ യേശു ക്രിസ്തു നിത്യജീവൻ്റെ ഉടയവനായി ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ അരികിലുണ്ട്. അവൻ നമ്മുടെ ഹൃദയങ്ങളോട് വാദിക്കുന്നുണ്ട്. അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഏദൻ തോട്ടത്തിൽ ആദാമിന് കൊടുത്തതായ വാഗ്ദത്തം സ്ത്രീയുടെ സന്തതി, അവനത്രേ ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം യെശയ്യാ പ്രവാചകൻ്റെ കാലത്ത് നിത്യനായ ദൈവം യെശയ്യാ പ്രവാചകനോട് ഇസ്രായേൽ ജനത്തോട് അരുളിച്ചെയ്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും.
അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവത്തിന് സ്തോത്രം. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് കൊടുക്കും. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 750 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനിലൂടെ അരുളിച്ചതായ ദൈവത്തിൻ്റെ അരുളപ്പാട് ജനം കൈക്കൊണ്ടില്ല. ജനത്തിന് മനസ്സിലായില്ല, ആറാമിനും മനസ്സിലായില്ല, തലമുറകൾക്ക് മനസ്സിലായില്ല. ഈ സ്ത്രീയുടെ സന്തതി എവിടെയാണ് ജനിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, കാലം പിന്നെയും കഴിഞ്ഞു, വീണ്ടും മുന്നോട്ട് വന്നു. ഇതാ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവത്തിന് സ്തോത്രം. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു. ജനത്തിന് മനസ്സിലായില്ല. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അവനങ്ങ് ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവമല്ല, അവനങ്ങ് ബാലികേറാ മലയിലിരിക്കുന്ന ദൈവമല്ല, അവൻ മനുഷ്യരോടുകൂടെ വസിക്കുന്ന ദൈവമാണ്. അവൻ മനുഷ്യരോട് വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്ര അന്വർത്ഥമാണ്. സ്നേഹവാനായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു, മനുഷ്യർക്ക് തൊടുവാൻ, മനുഷ്യർക്ക് കാണുവാൻ, മനുഷ്യർക്ക് സംസാരിക്കാൻ, മനുഷ്യർക്ക് കേൾക്കാൻ, മനുഷ്യർക്ക് എന്തും പറയുവാൻ, അവരുടെ ആവശ്യങ്ങൾ പറയുവാൻ, ആവലാതികൾ പറയുവാൻ, എല്ലാം ശ്രദ്ധയോടെ കേട്ട് പരിഹാരം തരുവാൻ കഴിയുന്ന പുത്രനായ ദൈവത്തെ യേശു നമ്മുടെ ഇടയിലേക്ക് അയച്ചു തന്നു. എന്നാൽ ജനം മനസ്സിലാക്കിയില്ല. വീണ്ടും കർത്താവായ യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇതിൽ കൂടി കൃത്യമായി ഇനി കർത്താവ് എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്? ന്യായപ്രമാണം ആചരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഒരു സ്വർഗമുണ്ടെന്നും ഒരു നരകമുണ്ടെന്നും അറിയാവുന്ന അന്നത്തെ തലമുറയോട് കർത്താവ് യേശു വളരെ വ്യക്തമായി പറഞ്ഞു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. എൻ്റെ പിതാവ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് നിത്യജീവൻ കൊടുക്കുവാനാണ്. അതിനെന്താണ് അവർ ചെയ്യേണ്ടത്? പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും. നീ കൊട്ടാരത്തിലാണെങ്കിലും കുടിലാണെങ്കിലും നീ എവിടെയാണെങ്കിലും സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഒരു പ്രയാസവുമില്ല. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു രാജാവ്, കൊട്ടാരമുണ്ട്, സിംഹാസനമുണ്ട്, രാജ്ഞിമാരുണ്ട്, ദാസന്മാരും ദാസിമാരുമുണ്ട്, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ രാജാവ് തൻ്റെ കാര്യാലോചനക്കാരനായ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, മന്ത്രി, എനിക്ക് സന്തോഷമില്ല. എന്തുകൊണ്ടോ എൻ്റെ ഹൃദയത്തിൽ സന്തോഷമില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മന്ത്രി പറഞ്ഞു, രാജാവേ, ഏറ്റവും സന്തോഷിക്കുന്നതായ ഒരു മനുഷ്യൻ്റെ ആ ഉടുപ്പ് മേടിച്ച് 1 മണിക്കൂർ നേരം രാജാവ് ഇട്ടാൽ മതി, സന്തോഷം കിട്ടും. രാജാവിന് സന്തോഷമായി. എളുപ്പമായില്ലേ? വളരെ എളുപ്പമായില്ലേ? തൻ്റെ വിശ്വസ്തനായ ഒരു കാര്യസ്ഥനെ വിളിച്ച് അദ്ദേഹം കാര്യം പരിപാലിപ്പിച്ച് വിട്ടു. എൻ്റെ രാജ്യത്ത് സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തി അവൻ്റെ ഒരു ഷർട്ട് മേടിച്ചുകൊണ്ട് വരിക, 100 വെള്ളിക്കാശ് അവന് പ്രതിഫലം കൊടുക്കുക, പിറ്റേ ദിവസം കൊടുത്തേക്കാം പറഞ്ഞു. കാര്യസ്ഥൻ നാടുതോറും ഇങ്ങനെ നടക്കുകയാണ്, ഓരോ ദേശങ്ങളോട് നടക്കുകയാണ്. നടന്ന് എന്നപ്പോൾ ഒരു തെരുവീതിയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ കരയുന്നു. അയാൾ ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ആൾ പറഞ്ഞു, എൻ്റെ ഭാര്യ മരിച്ചു പോയതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അയാളെ വിട്ട് വീണ്ടും അയാൾ മുന്നോട്ട് പോയി. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വഴിയരികിലിരുന്നുകൊണ്ട് കരയുന്നു. നീ എന്തിനാണ് കരയുന്നത്? എൻ്റെ ഭാര്യ മരിച്ചു പോകാത്തതിലാണ് എനിക്ക് സങ്കടം. ദൈവത്തിന് സ്വന്തം എന്തെങ്കിലും പരിഹാരം വരുത്താൻ പറ്റുമോ? ആ കാര്യസ്ഥലം നടന്നു പോകുമ്പോൾ ഒരാൾത്തറയിൽ കിടന്നുകൊണ്ട് ഒരാൾ ഉരുളുന്നു. നോക്കി, അയാളുടെ മുഖത്ത് നല്ല സന്തോഷമാണ്. അയാളെ പിടിച്ചു നിർത്തി ചോദിച്ചു, നിങ്ങളെന്താണ് ഇങ്ങനെ ഉരുളുന്നത്? ഞാൻ സന്തോഷം കൊണ്ട് ഉരുളുകയാണ്. ഞാൻ നിങ്ങളെ തേടിയാണ് വന്നത്. ഞാൻ എത്ര ദിവസമായി നടക്കുക, നിങ്ങളെ തേടിയാണ് വന്നത്. നിങ്ങളൊന്ന് എഴുന്നേറ്റിരുന്ന് നിങ്ങളോട് കാര്യം പറയട്ടെ. അയാൾ എഴുന്നേറ്റിരുന്നു. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു ഷർട്ട് എനിക്ക് തരണം, നാളെ കൊണ്ട് തരാം, 100 വെള്ളിപ്പണവും തരാം, 100 വെള്ളിപ്പണം പ്രതിഫലമായി തരാം, ഒരു ഷർട്ട് തരണം. എനിക്ക് ഷർട്ടില്ല. അല്ല, നീ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വന്നാൽ മതി, ഞാനും വരാം. നീ വീട്ടിൽ പോയി എൻ്റെ ഒരു ഷർട്ട് എടുത്ത് തന്നാൽ മതി, നാളെ തിരികെ തരാം, നിനക്ക് 100 വെള്ളിപ്പണവും തരാം. അപ്പോൾ എനിക്ക് ഷർട്ടേ ഇല്ല. സ്തോത്രം. കഥയാണ്, ഞാൻ വായിച്ചതാണ്. പ്രിയപ്പെട്ടവർ, പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്ന ആ മനുഷ്യന് ഷർട്ടേ ഇല്ല, അയക്കാൻ വിഷയവുമല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തു എന്ന
ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചിട്ട് അവൻ മനുഷ്യരുടെയിലൂടെ നടന്നിട്ട് അവൻ മനുഷ്യഹൃദയങ്ങളോട് വാരിച്ചുകൊണ്ട് നിന്നിട്ട് അവനെ ഹൃദയത്തിലേക്ക് കൊള്ളാൻ ആർക്ക് മനസ്സുണ്ട്? ആരവനെ നോക്കുന്നുണ്ട്? പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുക. സ്തോത്രം. അവൻ മശീഹായാണ്, അവൻ വീണ്ടെടുപ്പുകാരനാണ്, അവൻ ക്രിസ്തുവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ വിശ്വാസത്തോടെ നോക്കിയാൽ നിന്റെ സ്ഥിതി മാറും. മകനെ, മകളെ, സംശയിക്കേണ്ട. സ്തോത്രം. അതാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം. അതിനാണ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, ഞാനവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. വിശ്വാസിക്ക് പ്രത്യാശയുണ്ട്, വിശ്വാസി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. കർത്താവ് രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങി പാർത്തിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ആരാണ് ഉയർക്കുന്നത്? ആരാണ് പറക്കുന്നത്? ആരെയാണ് അവസാനത്തെ നാളിൽ കർത്താവ് യേശു ഉയർപ്പിക്കുന്നത്? വളരെ വ്യക്തമാണ്. ആ പുത്രനെ നോക്കിക്കൊണ്ട്, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനെയും കർത്താവായ യേശു ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. വളരെ വ്യക്തമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ലവോദിക്ക സഭയ്ക്കുള്ള ദൂതാണ്, ഈ അന്ത്യകാല തലമുറയ്ക്കുള്ളതായ ദൂതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്താണ് കർത്താവ് പറഞ്ഞത്? കൃപയുടെ വാതിലിതാ തുറന്നിട്ടിരിക്കുന്നു, ഞാൻ മനുഷ്യഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ വാതിൽക്കൽ കർത്താവായ യേശു ക്രിസ്തു മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവനെന്ന് കൃപാസനത്തിലാണ് ഇരിക്കുന്നത്. ഏത് കൊടും പാപിക്കും മോചനം കൊടുക്കുവാൻ കൃപാസനത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുകയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടെ കൃപാസനം അടയും, കൃപയുടെ വാതിലടയും. അവൻ കൃപാസനത്തിൽ നിന്ന് മാറും. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനോഹരമായ അവസരമാണ്. ഇന്ന് ദൈവം നമ്മെ വിളിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കാർക്കെല്ലാം ആഗ്രഹമുണ്ട്, ഇതാ ഞാൻ ആ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ കിടക്കും. നമുക്ക് വീണ്ടും വായിക്കാം. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, പുത്രൻ നീതിമാനെന്ന് ഗ്രഹിച്ചവൻ അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പുത്രൻ നീതിമാനെന്ന് ഗ്രഹിച്ചവൻ അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ നീതിമാനാണ്, അവൻ നീതിയുള്ള ന്യായാധിപതിയായി മാറും. ഇത് വാസ്തവമായി ഗ്രഹിക്കുന്നവൻ. അതിനെയാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേലയക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. ആ നീതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. അതുതന്നെയാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, പുത്രൻ നീതിമാനെന്ന് ഗ്രഹിച്ചവൻ അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇവൻ നീതിമാനായി ഇവൻ ന്യായാസനത്തിലിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഉണ്ട്. അവൻ ഭയത്തോടെ ദൈവത്തിലേക്ക് അടുത്തു വരും. അവൻ ദൈവത്തിൽ നിന്ന് ജനിക്കവനാകും. വീണ്ടും നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. അവിടെയും സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു. 1 യോഹന്നാൻ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ലക്ഷോപലക്ഷങ്ങൾ ഒരു സെക്കൻഡ് സമയം ഒന്ന് ശാന്തമായിരിക്കുമോ? എന്താണ് അപ്പോസ്തലൻ നമ്മളെ ഉറപ്പിച്ചത്? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. നീ ദൈവത്തിൽ നിന്ന് ജനിച്ചുവോ? നീ വീണ്ടും ജനനം പ്രാപിച്ചുവോ? കർത്താവായ യേശു ക്രിസ്തുവിനെ വീണ്ടെടുത്തുവോ? വാസ്തവമായി നിങ്ങൾ തിരിച്ചറിയുക, അവൻ പാപം ചെയ്യുന്നില്ല. വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ലാതെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് കയറുമോ? നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുമോ? ഞാൻ ഇന്ന് പാപത്തിലാണോ? പാപത്തിൻ്റെ ചിന്തകൾ ജീവിതത്തിൽ വരുന്നുണ്ടോ? എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ വിചാരങ്ങൾ നിർമ്മലമോ? പരിശുദ്ധനായ ദൈവനെ നോക്കുമ്പോൾ അവൻ എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ നിർമ്മലമായി കാണുമോ? ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ജനിച്ചിട്ടില്ല. അഥവാ വീണ്ടും ജനിച്ചവനാണെങ്കിൽ വീണ്ടും ജനനം നഷ്ടപ്പെട്ടിരിക്കുന്നു. വ്യക്തമായി തിരിച്ചറിയുക. നമുക്ക് വീണ്ടും ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, വളരെ വ്യക്തമായി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിനക്കതിനുള്ള ഭാഗ്യം പിതാവായ ദൈവം ഒരുക്കി തന്നതുകൊണ്ടാണ്. സ്തോത്രം. അവൻ്റെ വചനം വിലപ്പെട്ടതാണ്, അവൻ്റെ വചനം നിർമ്മലമാണ്. അത് ഏതെങ്കിലും കഴുതയിലോട് വരും, പക്ഷേ നിങ്ങൾ ദൈവത്തെ കാണുക. ദൈവവചനം നിർമ്മലമാണ്.
ആ നിർമ്മലമായ വചനം കേൾക്കുവാൻ ദൈവം നിന്നെ അനുവദിച്ചുവെങ്കിൽ അത് ദൈവം കണ്ടിട്ടാണ്, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ട് തന്നെയാണ്. എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് എത്രയോ ലക്ഷം ഇസ്രായേൽ ജനമുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വരുവാനോ, യേശുവിൻ്റെ വചനം കേൾക്കുവാനോ, ആ വചനം ഗ്രഹിക്കുവാനോ, യേശുവിനെ ഉൾക്കൊള്ളുവാനോ അനേകർ തയ്യാറായില്ല എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമാണ്. നമുക്ക് ശാന്തമായി ചിന്തിക്കാം. എന്നെ യേശു പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ വചനം നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ അവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു. 1 യോഹന്നാൻ 3:10. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. വചനം കേൾക്കുന്ന ദൈവവേദില്, ദൈവം സ്നേഹിച്ച ദൈവവേദില്, പിതാവായ ദൈവം ആകർഷിച്ച വചനത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവവേദില് നിശാന്തമായി ചിന്തിക്കൂ. ദൈവത്തിൻ്റെ മക്കളാരെല്ലാമാണ്, പിശാചിൻ്റെ മക്കളാരെല്ലാമാണ്? വളരെ വ്യക്തമായി അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവമക്കളെ സ്നേഹിച്ചിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതിന് തെളിവ് ദൈവമക്കളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. വളരെ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല. നമുക്ക് ശാന്തമായി നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കാം. എൻ്റെ ഹൃദയത്തിൽ നീതിമാനായ കർത്താവായ യേശു ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? അവനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? അവനെന്നെ നടത്തുന്നുണ്ടോ, നയിക്കുന്നുണ്ടോ, നിയന്ത്രിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇതുവരെയുമുള്ള എൻ്റെ ജീവിതം തകർച്ചയിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല കർത്താവേ. നീ എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. മാമോദിസയുടെ റോസ്മായും യേശുക്രിസ്തു ജയകരമായ ശ്രീഭായയുടെ രക്ഷയും എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചു. കർത്താവേ, അരുതാത്ത ചിന്തകളും വിചാരങ്ങളും പാവത്തിൻ്റെതായ ഭാവങ്ങളും എല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവമേ, ഇതെല്ലാം മാനുഷികമാണെന്നും ഇതെല്ലാം സ്വാഭാവികമാണെന്നും അതെല്ലാം ദൈവം ക്ഷമിച്ചു തരുമെന്നും ഞാൻ മൂഢമായി വിശ്വസിച്ചുകൊണ്ട് ദൂരെയും കഴിഞ്ഞു. എന്നാൽ കർത്താവേ, ഇപ്പോൾ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ്. ഞാനിത് എളിമപ്പെട്ടുകൊണ്ട് വരികയാണ്. കർത്താവേ, എന്നെ തന്നെ താഴ്ത്തി തരികയാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് എന്നെ കടന്നു വരണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ആളാമൃതി അനുഗ്രഹിക്കണമേ. കർത്താവേ, രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. മാനവും മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.